നമുക്കറിയാം അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് FC മാച്ച് എന്ന് പറയുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസുമായിട്ടാണ്. പേരിൻ്റെ അറ്റത്തെ അർത്ഥം പോലെയാണ്, സൂപ്പർ ജയൻസ് ആണ് അവർ. ഇന്ത്യയിലെ റയൽ മാഡ്രിഡ്, ബാഴ്സലോണ, മാഞ്ചസ്റ്റർ സിറ്റി, യുണൈറ്റഡ് എന്നൊക്കെ അവരെ പറയണം. സോ എന്തായാലും അതായത് ആ ഒരു ലെവൽ ഓഫ് ടീമാണ് മോഹൻ ബഗാൻ എന്ന് പറയുന്നത്. അതായത് സീസൺ 1 തൊട്ട് അവർ കൺസിസ്റ്റൻ്റ് ആണ്. എന്തായാലും കഴിഞ്ഞ കളിയിലും നോർത്ത് ഈസ്റ്റുമായിട്ടുള്ള ഇക്കഴിഞ്ഞ കളിയിലും അവർ വിജയിച്ചിരിക്കുകയാണ്. ആ ഒരു മാച്ച് എന്ന് പറയുന്നത് സോ അത്രത്തോളം ശക്തമാണ്. 2 ഗോളിനാണ് അവർ വിജയിച്ചിരിക്കുന്നത്. എടുത്തു പറയേണ്ടത് അവരുടെ ഒരു ഇന്ത്യൻ കരുത്താണ്, നല്ലൊരു ഇന്ത്യൻ കരുത്താണ് അവർക്കുള്ളത്. നമുക്കില്ലാത്തയോ അതാണ്. നമുക്കില്ലാത്തതെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് കുറച്ചുകൂടെ പല പോസ്റ്റിലും ഇന്ത്യൻ താരങ്ങൾ നമുക്ക് വേണം, കുറച്ചുകൂടെ ഹൈലി നെയ്മഡ് ആയിട്ടുള്ള. പക്ഷേ അതൊന്നും നമുക്കില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. നമ്മൾ യൂത്തിൽ അധികമായിട്ട് നോക്കുന്നു. യൂത്തിലൊക്കെ ഒരു 6 വർഷമൊക്കെ കഴിഞ്ഞിട്ട് അവിടുന്ന് വരുന്ന പ്ലേയേഴ്സിനെ നമ്മൾ നോക്കിയാൽ മതി. ഇപ്പോഴേ യൂത്ത് നോക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇനി അവിടെ വർക്ക് ചെയ്യാൻ ഒത്തിരിയുണ്ട്. സോ എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസ്ഥ എന്താകുമെന്ന് കണ്ടു തന്നെ അറിയണം. അടുത്ത മാച്ചോടുകൂടി ഏതാണ്ടൊക്കെ തീരുമാനം. ഒരു ഭയങ്കര ശക്തമായിട്ടുള്ളൊരു ടീമാണ്. അവരെ പരാജയപ്പെടുത്തുക എന്ന് പറയുന്നത് ഭയങ്കര പാടായിട്ടുള്ളൊരു കാര്യമാണ്. ആ ഒരു മാച്ച് വിജയിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഹോപ്പ് ഉണ്ടാകും എന്ന് തന്നെ പറയാം. സോ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ആ ഒരു മാച്ചും വിജയിക്കാനുള്ള സാധ്യതയില്ല. എനിക്കറിയില്ല എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്. നോവാ സദോയി, അഡ്രിയാൻ ലൂണ, ഹീസ സിമനസ് പോലുള്ള മുന്നേറ്റ നില താരങ്ങളുള്ളപ്പോൾ നമ്മൾ എങ്ങനെ പരാജയപ്പെടുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിപ്പോൾ നമ്മുടെ ടാക്ടീഷ്യൻ്റെ ഇഷ്യൂ തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുത്തിച്ച് ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നത്. ഗുഡ് ബൈ.